പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുന്നലൈക്കും. നമ്മളിപ്പോ സൂറത്തുൽ ഇഖ്ലാസിന്റെ ആദ്യ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ഒരു സഹോദരന്റെ ആവശ്യപ്രകാരം ആ ക്ലാസ് നമ്മൾ പോസ്റ്റ് ചെയ്തപ്പോ അതിന്റെ താഴെ ഒരു നിർദ്ദേശം കണ്ടു. ഒരുപാട് അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ടുണ്ട്. അതിലൊരു നിർദ്ദേശം ആ സഹോദരൻ പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ച ഒരു കമന്റ് വായിക്കുകയുണ്ടായി. അതായത്, ഈ ഏകീകരിക്കുക, അഹദിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ, അഹദാക്കുക എന്ന് പറയുമ്പോൾ ഒന്നാക്കലല്ല, ഏകീകരിക്കലാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ എഹ്തിമാലാത്തുകൾ, നമ്മുടെ മഅലൂമാത്തുകൾ, നമ്മുടെ അഫ്കാറുകൾ ഒക്കെ ഏകീകരിക്കലാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഏകീകരിക്കൽ ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിച്ചാൽ നന്നായിരുന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതൊരു നല്ല നിർദ്ദേശമായതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു ചെറിയ വിശദീകരണം നൽകിക്കൊണ്ട് ഈ അധ്യായത്തിലെ ബാക്കി സൂക്തങ്ങൾ കൂടി വിശദീകരിക്കാനാണെന്ന് ഈ ക്ലിപ്പിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഏകീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിൽ വിരുദ്ധ ഗുണങ്ങളുണ്ട്, ദ്വൈതങ്ങൾ ഒക്കെ സുനായിയാണ് പിന്നെ നമ്മളിൽ ഉണ്ടാകും. നന്മ, തിന്മ, സ്നേഹം, ശത്രുത, ഇങ്ങനെ ഒക്കെ നമ്മളില് ദ്വൈത ഗുണങ്ങള്, അതായത് വിരുദ്ധ സുനായി എന്നാണ് പറഞ്ഞത്. ദ്വൈതം സുനായി എന്നാണ് അറബിയിൽ പറയുന്നത്. സുനായിയായ ഗുണങ്ങളാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. അത്തരം ഗുണങ്ങളെയൊക്കെ ഏക ഗുണത്തിലേക്ക് നമ്മളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് പക വിട്ട് സ്നേഹത്തിലേക്ക്, വിദ്വേഷം വിട്ട്, അതുപോലെ തന്നെ ശത്രുത വിട്ട്, അതിനെയൊക്കെ ഉപേക്ഷിച്ച് മാനവികതയിലേക്ക്, മനുഷ്യത്വത്തിലേക്ക്, സ്നേഹത്തിലേക്ക്, കരുണയിലേക്ക്, ദയയിലേക്ക്, വിട്ടുവീഴ്ചയിലേക്ക്, ഇങ്ങനെ ഈ ദൈവികമായ ആ ഏക ഗുണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ആത്മീയമായ തലം. അതാണ് സുനായിയിൽ നിന്ന്, സുനായിയ എന്ന് പറയുന്ന ആ അവസ്ഥയിൽ നിന്ന് ഏക ഗുണത്തിലേക്ക് അതിനെ കൊണ്ടുവരലാണ്. ഇനി അത് ഉദാഹരണത്തിലൂടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിന്റെ ഭൗതിക തലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അത് ആ ക്ലാസ്സിൽ തന്നെ ഞാൻ സൂചന നൽകിയിട്ടുണ്ട്. പ്രപഞ്ചത്തിന് ഒരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥക്കനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകീകരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഭൗതിക ആത്മീയമായ തലാണ്. ഞാൻ അതിന്റെ അഹദ് എന്ന പൊരുളിൽ ലയിക്കലാണ് എന്ന് അതിന്റെ ചില കമന്റുകളിലൊക്കെ വായിച്ചു. അതവർക്ക് അത് കാര്യം മനസ്സിലായിട്ടുണ്ട്. അതാണ് അവരങ്ങനെ അഭിപ്രായങ്ങൾ എഴുതാനുള്ള കാരണം. അഹദ് എന്ന പൊരുളിൽ നമ്മൾ ലയിക്കുക. അവിടെ പിന്നെ പൈശാചികമായ ചിന്തകൾക്ക്, അത്തരം പ്രവർത്തനങ്ങൾക്ക്, അത്തരം അറിവുകൾക്ക് അവന്റെ ഉള്ളിൽ പ്രസക്തി ഇല്ലാതായി തീരുക. അതാണ് അതിന്റെ ആത്മീയമായ തലം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. നേരെ മറിച്ച് അതിന്റെ ഭൗതികമായ തലമാണ് ഞാൻ ആ ക്ലാസ്സിൽ ഒരു സൂചന നൽകി. നമ്മള് പ്രകൃതിയിലെ, പ്രപഞ്ചത്തിലെ നിയമവ്യവസ്ഥകൾക്ക് അതീതമായി അത് ഉണ്ടാക്കാൻ കഴിയും, ഇതുണ്ടാക്കാൻ കഴിയും, മറ്റത് ചെയ്യാൻ കഴിയും എന്നൊക്കെ പറയുന്ന അത് വിട്ട് ഭൗതിക നിയമങ്ങൾക്കും അതിൻ്റെ വ്യവസ്ഥകൾക്കും അനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളെ കുറിച്ചാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. അതാണ് അതിൻ്റെ ആ തലത്തിലുള്ള ഏകീകരിക്കൽ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു വിളവ് കിട്ടണമെങ്കിൽ, നമുക്ക് ഒരു ഫലവർഗം കിട്ടണമെങ്കിൽ, മറ്റേതെങ്കിലും നിലക്ക് നമുക്ക് അത് ലഭിക്കണമെങ്കിൽ നമ്മള് പലതിനെയും ആശ്രയിക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് ആ പ്രവൃത്തിയിലൂടെ അത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഒരു മാമ്പഴം നമുക്ക് ലഭിക്കണമെങ്കിൽ എന്താ ചെയ്യുക? വേറെ ഏതെങ്കിലും ഒരു ചെടി നട്ട് അതിന് നട്ടത് കൊണ്ടോ, അല്ലെങ്കിൽ വേറെ പ്രാർത്ഥിച്ചങ്ങനെ ഇരുന്നത് കൊണ്ടോ
അല്ലെങ്കിൽ അഭൗതികമായ രീതിയിൽ ഒരു മാമ്പഴം അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കാൻ കഴിയും എന്നുള്ള ആ വിശ്വാസം കൊണ്ടോ അത് സാധ്യമല്ല. അതിന് ആ പ്രാപഞ്ചിക വ്യവസ്ഥക്കനുസരിച്ച് അതിന്റെ പ്രവർത്തനങ്ങളെ, ഒരു മാവിന്റെ തൈ നടുക, അതിന് വെള്ളവും വളവും കൊടുത്ത് വളർത്തി കൊണ്ടുവരിക, അതിന്റെ കാലാവധി എത്തുമ്പോൾ അത് പൂവിട്ട് കായ്ച്ച് അതിന്റെ മാമ്പഴം നമുക്ക് നൽകും. ഇതാണ് അതിന്റെ പ്രകൃതിക്കനുസരിച്ച് ആ പ്രവർത്തനങ്ങളെ നമ്മൾ ക്രമീകരിക്കുകയും അതിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഭൗതിക തലം. എത്രയാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഞാൻ അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. കാരണം പെട്ടെന്ന് വിശദീകരണം ചുരുക്കി മറ്റു വിശദീകരണങ്ങൾ, മറ്റ് ആയത്തുകളിലേക്ക്, സൂക്തങ്ങളിലേക്ക് പോകാനുള്ള കാരണം ആ സൂക്തങ്ങളെ ഒന്ന് വെറും ഒരു സൂചനകൾ, ചെറിയൊരു വിശദീകരണം നൽകിക്കൊണ്ട് പൂർണ്ണമായിട്ടും ബാക്കിയുള്ള 3 അള്ളാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന് പറയുന്ന ബാക്കിയുള്ള ആ വചനങ്ങൾ മുഴുവൻ ഒന്ന് വിശദീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അടുത്തത് അള്ളാഹു സമദാണ്. സമദിനിപ്പോ നമ്മൾ എന്താണ് പറയാറുള്ളത്, അതിന്റെ പാരമ്പര്യ അർത്ഥം എന്ന് എനിക്കറിയില്ല. അവന്റെ മദ്ദുൽ ഇലാഹി, അള്ളാഹുവിന്റെ ആ മദ് സൈറൂറത്തുംബി ഇസ്തിമ്രാർ എന്നാണ്. അതാണ് സ്വാദ്. അത് നിരന്തരം നമുക്ക് സ്ഥിരമായും നിരന്തരമായും ആ മദ് എന്ന് പറയുമ്പം മദത് ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ സഹായം, അത് നമുക്ക് നിരന്തരമായും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും, അത് നമുക്ക് സെയ്ത് ചെയ്യാൻ സാധിക്കും. അത് സൈറൂറത്തുംബി ഇസ്തിമ്രാറാണ്. അത് നിരന്തരമായി ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് അത് സമതാണ് എന്ന് പറയാനുള്ള കാരണം. അത് സ്വാദ് സൈറൂറത്തുംബി ഇസ്തിമ്രാറാണ്. എന്ത് മദത് ഉണ്ടല്ലോ, മദതുൽ ഇലാഹി, ഇലാഹിയായ ആ അള്ളാഹുവിന്റെ മദത് ഇവിടെ സൈറൂറത്താണ്, സ്ഥിരമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നർത്ഥം. അത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കത് അന്വേഷിച്ച് കണ്ടെത്താനും ക്യാച്ച് ചെയ്യാനും സാധിക്കും. അത് നമുക്ക് സെയ്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ആ സ്വമത് എന്നുള്ള വാക്കിന്റെ വൈജ്ഞാനികമായ, അതിന്റെ ആന്തരികമായ തലം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വിശദീകരിക്കുന്നില്ല. ഇനി വിശദീകരിച്ചാൽ, ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ വിശദീകരിച്ചാൽ അത് ആ ആയത്തിൽ മാത്രം ഒതുങ്ങേണ്ടി വരും. ഞാൻ ഇത് ഒരു സൂചന മാത്രം നൽകി പോവുകയാണ്. ബാക്കി ചിന്തിക്കാൻ കഴിവുള്ള ഒരുപാട് ശ്രോതാക്കളാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ സൂചന മാത്രം നൽകി പോവുകയാണ്. ലം യലിദ് എന്ന് പറഞ്ഞാൽ അതിന് തശാബുഹായിട്ടൊന്നില്ല, അതാണ് അർത്ഥം. അതിന് മുഷാബഹായിട്ട്, അതിന് സാമ്യമായ ഒന്ന് ഇല്ലല്ലോ. ആ സാമ്യമായ പ്രകൃതിയിലെ, പ്രപഞ്ചത്തിലെ നിയമവ്യവസ്ഥയായാലും ദൈവികത ആണെങ്കിലും അതിന് തത്തുല്യമായ, അതിന് മുഷാബഹായ ഒന്നില്ലാത്തത് കൊണ്ട് തന്നെ അത് ലം യലിദാണ്. അത് ജന്മമെടുത്തതല്ല എന്നർത്ഥം. പോയിന്റ് മനസ്സിലായോ? ഇപ്പൊ നമ്മള് അതിന്റെ ഭൗതിക തലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോ, പ്രപഞ്ചത്തിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു നിയമ വ്യവസ്ഥയെ നമ്മൾ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അതിന് മുഷാബഹായിട്ട് ഇവിടെ വേറൊന്നില്ലാത്തത് കൊണ്ട് അത് പുതുതായി ജനിച്ചതല്ല എന്നർത്ഥം. അതിവിടെ മുസ്ബക്കാണ്, അതിവിടെ മുമ്പേ ഉണ്ട്. അതാണ് വലം യൂലദ് എന്ന് പറയുന്നത്. അതിവിടെ സാബിക്കായിട്ട്, മുസ്ബക്കായിട്ട് ആ വ്യവസ്ഥ ഇവിടെ ഉണ്ട്. ഇപ്പൊ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ, തലയിലേക്ക് ആപ്പിൾ വീണപ്പോ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അതിവിടെ ഉണ്ട് സംഗതി, പുതുതായിട്ടുണ്ടായതല്ലല്ലോ. അത് കണ്ടെത്തൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പ്രകൃതിയിൽ നിന്ന്, പ്രപഞ്ചത്തിൽ നിന്ന്, അതിന്റെ ഭൗതിക തലമാണ് ഞാൻ വിശദീകരിച്ചത്. ആത്മീയ തലം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിവിടെ ഉള്ള സംഗതിയാണ്, പുതുതായിട്ട് ഒന്നും ഇവിടെ കണ്ടുപിടിക്കുന്നില്ല. ഞാന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വസ്തുക്കൾക്ക് രൂപമാറ്റം വരുത്തുന്നതേയുള്ളൂ.
ഇവിടെ ഏത് രൂപമാറ്റം, ഇപ്പൊ ഒരു മരം മുറിച്ച് അതിനെ ഫർണിച്ചർ ആക്കുന്ന രൂപമാറ്റം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ബാക്കി ആ വസ്തു ഇവിടെയുണ്ട്. അപ്പോ ഒന്ന്, ഇതിന് മുഷാബഹായിട്ട് തത്തുല്യമായ വേറൊന്നില്ലാത്തത് കൊണ്ട് അത് ലം യലിദാണ്. ഇത് മുമ്പേ ഇവിടെ ഉള്ളത് കൊണ്ട് അത് മുസ്ബക്കായ ഒരു വസ്തുവായ സംഗതി ആയതുകൊണ്ട് അള്ളാഹു എന്ന് പറയുന്നത് മുസ്ബക്കാണ്. ഇവിടെ അൽ കൗന്, ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ട്, അതിലെ നിയമവ്യവസ്ഥകൾ ഇവിടെ ഉണ്ട്. അതിലൊന്നും തന്നെ പുതുതായിട്ട് കണ്ടെത്തിയത്, പുതുതായിട്ട് നിർമ്മിക്കപ്പെടുന്നില്ല, കണ്ടെത്തുന്നതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അത് ലം യലിദാണ്, വലം യൂലദാണ്, അത് മുസ്ബക്കാണ് എന്ന് പറയുന്നത് അതാണ്. ഞാൻ സൂചന മാത്രം നൽകി പോണുള്ളൂ. കാരണം വിശദമായ വിശദീകരണങ്ങൾക്ക് നിൽക്കുന്നില്ല. ഇത്രയും സൂചനകളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാനും മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ശ്രോതാക്കളെ കുറിച്ചുള്ള എൻ്റെ ധാരണ. അതുപോലെ തന്നെ വലം യകുല്ലഹു കുഫുവൻ അഹദ്, അതിന് മുക്കാഫ ആയിട്ട്, അതിന് കുഫു ആയിട്ട് നിൽക്കാൻ പറ്റുന്ന, അതിന് പകരം നിൽക്കാൻ പറ്റുന്ന ഒന്ന് ഇല്ല എന്നുള്ളതും ആണ് ഇതിലൂടെ വിശദീകരിക്കുന്നത്. ഇപ്പൊ ഇതിൽ നിന്ന് കാര്യങ്ങൾ, അല്ലാതെ അള്ളാഹു ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഒരു വിവാഹം കഴിച്ച് അതിലൊരു കുട്ടി ജനിച്ചിട്ടില്ല, അതുപോലെ തന്നെ അള്ളാഹു ഏതെങ്കിലും മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചതല്ല എന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കിയിരുന്ന നമ്മള്, അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾ അങ്ങനെ മനസ്സിലാക്കട്ടെ. അള്ളാഹു എന്ന് പറയുന്ന ഒരു വിഗ്രഹമായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക, അവന് സമാനമായിട്ട്, അവനൊരു വ്യക്തിയായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുക, ആ വ്യക്തിക്ക് സമാനമായിട്ട് വേറൊന്നില്ല എന്ന രീതിയിലാവും മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്. അതാണ് ഈ ആയത്തിന്റെ വിശദീകരണം ചോദിച്ച സഹോദരൻ ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല. ഏതായാലും നമ്മള് അതിന്റെ ആത്മീയമായ തലവും അതിന്റെ ഭൗതികമായ തലവും നമ്മൾ രണ്ട് രീതിയിലും നോക്കിയാലും ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ യുക്തിയിലൂടെ അതിന്റെ മന്തിക്ക്, അതിന്റെ ഒരു യുക്തിഭദ്രമായി അതിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇതാണ് ഞാൻ എൻ്റെ ഗുരുക്കളിൽ നിന്ന്, ഗുരുനാഥന്മാരിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത അറിവ് നിങ്ങളുമായി ഷെയർ ചെയ്യാണ്. ഇതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ അന്വേഷണവും പഠനവും ചിന്തയും കൊണ്ടുപോകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോ സമദിയത്ത് എന്താണ് എന്ന് പറയുന്നത് മദ്ദുല്ലിലാഹി സൈറത്തും ഇസ്തിമ്രാറാണ്. നിരന്തരമായി ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് മുഷാബഹായ, അതിന് തത്തുല്യമായ ഒന്നില്ലാത്തത് കൊണ്ട് തന്നെ അത് ലംയലിതാണ്, ജന്മമെടുത്തതല്ല. ജന്മമെടുക്കുമ്പോൾ അതിന് തത്തുല്യമായ വേറൊന്നുണ്ടാവും. അതിവിടെ മുസ്ബക്കായിട്ടുള്ളത് കൊണ്ട് തന്നെ, മുമ്പ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ലം യൂലതാണത്. അതിന് മുക്കാഫ ആയിട്ട്, അതിന് സമാനമായി നിൽക്കാൻ പറ്റുന്ന വേറെ ഒന്ന് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അതിന്റെ ആത്മീയമായ തലം എന്ന് പറയുമ്പോൾ, അള്ളാഹു എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയതയിലേക്ക് വരുമ്പോൾ ഹുബ്, സ്നേഹം എന്ന് പറയുമ്പോൾ അതാണല്ലോ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ യുഹിബ്ബുക്കുമുല്ലാഹ് എന്ന് പറയുന്നത്. ഇത്തിബാ ചെയ്യണം, അപ്പോഴാണ് യുഹിബ്ബുക്കുമുല്ലാഹ്. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ് എന്ന് പറയുന്നത്. നമ്മള് അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ നിയമവ്യവസ്ഥകളെയും അതിന്റെ ആത്മീയ തലത്തിലേക്ക് വരുമ്പോൾ ആ ആത്മീയമായ പൈശാചികത വിട്ട് ദൈവികതയെ മാത്രം ഉൾക്കൊള്ളുമ്പോൾ അതിന്റെ റിസൾട്ടുകൾ നമുക്ക് ദൈവികമായി കിട്ടിക്കൊണ്ടേയിരിക്കും.
അതാണ് യുഹിബ്ബുക്കുമുള്ള എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഈ സൂചനകൾ നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സലാം.